അസ്സലാമലൈക്കും. ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ ഒരു ബോഗൺവില്ല ഒരുപാട് പ്രായമുള്ളൊരു മരട് നമ്മൾ ചട്ടിയിൽ വെച്ചത് അതെടുത്തൊന്ന് മാറ്റി വെച്ചെടുക്കുക കേട്ടോ. അത് മണ്ണിൽ വളമില്ലാണ്ട് എല്ലാം ക്ഷീണിച്ചു പോയി. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്ന ഒരു വീഡിയോ കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. പിന്നെ എന്താണ് താത്തൊക്കെ ഉഷാറില്ലേ? നല്ല വെയിലല്ലേ, പിന്നെ കുറേ സമയമായി ചെടിയിലേക്ക് ഇറങ്ങിയിട്ട്. വീഡിയോ കാണുമ്പം പൂക്കളും കാണുമ്പോൾ എല്ലാവരും പറയും ഹായ് എന്ത് രസാ എന്ത് ഭംഗിയാണ്. എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ ചെടികളും കൃഷികളും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലോ അതും നല്ല ബുദ്ധിമുട്ടുകൾ തന്നെയുണ്ട്. ഒരു കൃഷിക്കാരനെ കൊണ്ട് സംബന്ധിച്ചോളം എന്ന് വെച്ചാൽ അയാൾ രാവിലെ മുതൽ രാത്രിയാവുകയോളും നമ്മളൊക്കെ മൊബൈൽ ഇങ്ങനെ തോണ്ടി കളിക്കുന്ന സമയത്ത് അയാളെ കൃഷിയിടത്തിലായിരിക്കും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും ആ കൃഷി ചെയ്യുന്നതിനും. അപ്പോൾ ഞാനെന്താ പറയലെന്ന് അറിയോ, നമ്മളെ ഈ ലോകത്ത് നമ്മൾ അംഗീകാരം കൊടുക്കേണ്ട രണ്ട് കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടരെന്ന് വെച്ചാൽ നമ്മളെ രാജ്യം കാക്കുന്ന നമ്മളെ പട്ടാളക്കാർ, പിന്നെ രണ്ടാമത് കൊടുക്കേണ്ടത് നമ്മളെ കൃഷിക്കാർക്കാണ്. അത്രയും കഷ്ടപ്പാടുണ്ട് ഒരു കൃഷിക്കാരന്. നമ്മളെ രാജ്യത്ത് എന്ന് വെച്ചാൽ ഒരുപാട് ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ ഫണ്ടുകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അത് കാര്യമായിട്ട് എത്തേണ്ട ആൾക്കാരുടെ അടുത്തേക്കൊന്നും എത്തുന്നില്ല. അതൊക്കെ ഗവൺമെൻറ് ഒന്നുകൂടി ശ്രദ്ധിച്ച് എത്തേണ്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്തെങ്കിൽ ഇനിയും ഒരുപാട് എന്താ പറയുക, കൃഷിയിലേക്ക് ഒരുപാട് ആൾക്കാർ ഇറങ്ങി വരികയും ചെയ്യും. കാരണം അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന പിന്നെ ഒരു തൊഴിലിന് അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ പോട്ടിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ചട്ടി. എന്താ പറയുക, വലിയൊരു ചട്ടി തന്നെയാണ്. കാരണം വലിയൊരു മരട് വെക്കുമ്പോൾ അതിന് അതിൻ്റേതായ വലിപ്പത്തിൽ ചട്ടി വേണമല്ലോ. ഇനി നമുക്കിതിൽ കുറച്ച് കല്ലുകൾ ഇടണം കേട്ടോ. അപ്പോൾ അത് ചെയ്യണം. അടിയിൽ കല്ലിട്ട് നിരത്താൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കല്ല്. ഈ കല്ലുകൾ നമ്മൾ ഇതിലിട്ട് നിറച്ച് കൊടുക്കാൻ. നല്ല അടിയിൽ നിരത്തി കൊടുക്കാം. ഏത് ചെടി വെക്കുകയാണെങ്കിലും ചട്ടീൻ്റെ അടിയിൽ കുറച്ച് കല്ലുകൾ ഇട്ടിട്ട് നിരത്തി കൊടുക്കണം. എന്നാലും മേലെ മണ്ണിടുമ്പോൾ ആ ഇത് ഒഴുകിപ്പോകും. അപ്പം എന്താണ് ആ ഓൾസൊക്കെ ഒന്ന് വിട്ട് വെക്കണം. ഇനി എന്താ ഇത് ഞാൻ വെറുതെ വെക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത് ചകിരിയാണ്. ഞാനിവിടെ അങ്ങനെ കണ്ടവരെടുത്ത് അടിയിൽ നിരത്തി കൊടുക്കുക. വേരൊക്കെ ഓടാനൊക്കെ നല്ലതാണ്. വേഗം വേരോടാനൊക്കെ ചകിരി നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മണ്ണ് മാത്രമല്ല, ഇത് മണ്ണുണ്ട്, മണലുണ്ട്, ആട്ടും കാഷ്ടത്തിൻ്റെ പൊടിയുണ്ട് കേട്ടോ. അത് സമാസമാട്ടോ എടുത്ത്. ഒരു ചട്ടി മണ്ണാണെങ്കിൽ ഒരു ചട്ടി മണൽ, അതുകൊണ്ട് ആട്ടും കാഷ്ടത്തിൻ്റെ പൊടി, പിന്നെ അതുകൊണ്ട് അതാ മണൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാണല്ലോ കിട്ടുന്നത്, പാറപ്പൊടി. ഇതുപോലെ തരിയുള്ളതാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് മണ്ണിൽ വേരോടാനും വെള്ളം പിന്നെ കെട്ടിക്കിടക്കാണ്ട് ഒലിച്ചു പോകാനൊക്കെ നല്ലതാട്ടോ അങ്ങനത്തെ എടുക്കുന്ന. നമ്മളതിൽ വെക്കാൻ പോണ ചെടിന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇത് ആ ചട്ടിയിലുള്ളതായിരുന്നു. അപ്പോൾ ചട്ടി മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പുതിയ തൈ വെക്കുമെന്നല്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, അത് കുറേ വർഷം പഴക്കമുള്ളതാണ്. ഇതാ ചട്ടിയിലായിരുന്നു. അത് ഞാൻ അങ്ങോട്ട്
എടുക്കാം. ഇതൊരു വൈറ്റും പിങ്കും കൂടി മിക്സായി വരുന്നതാണ്. പിടിക്കണോ? ആ ഇത് പിടിച്ചു. ഇത് നേരെ ഇങ്ങനെ പിടിക്കണം. അങ്ങനല്ലേ? ഇത് ചെരിഞ്ഞല്ലോ. അതിന് നമ്മൾ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ആണ് കേട്ടോ നമ്മളിപ്പോൾ വെച്ച ചെടി. അപ്പോൾ ഇതിനെ ഒന്ന് നനച്ചു കൊടുക്കാം. ഇങ്ങനെ മുറ്റത്ത് പുറത്തൊക്കെ ഉള്ള ചെടിയാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വലിയ മരത്തിൽ പൂക്കൾ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് ഇവിടെ നിന്ന് വേറെ ഉറച്ചിട്ട് മാത്രമേ ഇട്ടേ മാറ്റാനും പറ്റും. ഇനി നമ്മൾ ചെയ്യുന്ന അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏത് കമ്പതോ? ഇതിപ്പോൾ വൃത്തിയില്ലാണ്ടല്ലേ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഈ കമ്പുകളൊക്കെ നമ്മളൊന്ന് വൃത്തിക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ പുതിയ തളിര് വന്ന് ഇത് നിറയെ പൂക്കൂട്ടോ. അത് പെട്ടെന്ന് കുഴിച്ചിടാം. ഓ ഇത് കുഴിച്ചിട്ടാൽ വേറെ തയ്യാവും. ഇതിപ്പോൾക്ക് ചെയ്യേണ്ടതായിരുന്നു, കുറച്ച് വൈകിപ്പോയി. അത് സാരമല്ല. അപ്പോൾ സമയം ആയാലും വേറെ പൂക്കും. അങ്ങനെ ഉണങ്ങിപ്പോയ കമ്പൊക്കെ അങ്ങ് പൊട്ടിച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അത് നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ടോ. ഇതിപ്പോൾ വേറെ എവിടെയും കൊണ്ടുപോകണം. അത് കാൽക്കൊക്കെ നട്ടാൽ ഭയങ്കര ഇത് വേര് റെഡിയായി വരണം. നിറയെ പൂക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് അടുപ്പിക്കാം. അതിൻ്റെ മുകളിൽ മാത്രം പൂവിടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി. മരം പോലെ ആൽമരങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഇന്നെൻ്റെ കുടുംബത്തിനെയൊക്കെ പെടുത്തട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു.